നമസ്കാരം. LDF-ലെ മുൻധാരണ പ്രകാരം KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. മന്ത്രിമാരായിരുന്ന അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജി സമർപ്പിച്ചു കഴിഞ്ഞു. ഗതാഗത വകുപ്പ് ഏറ്റെടുക്കാനൊരുങ്ങുന്ന ഗണേഷിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ ഏറെ. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്കിടയിലാണ് ഗണേഷിന്റെ മന്ത്രിസഭാ പ്രവേശനമെന്നതും ശ്രദ്ധേയമാണ്. നവകേരള സദസ്സിന് സമാപനമായതോടെ സർക്കാരിനെതിരായ പ്രതിഷേധം പുതിയ തലത്തിലേക്ക് മാറ്റുകയാണ് പ്രതിപക്ഷം. നേതാക്കളുടെ വാക്പോരും വെല്ലുവിളികളും ഇന്നും നമ്മൾ കണ്ടു. ലോകം ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പരിശോധിക്കണം. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടന്നാൽ സദസ്സിന് ശേഷം മുഖം മിനുക്കി മന്ത്രിസഭ. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇടതുമുന്നണിയിലെ മുൻധാരണ പ്രകാരമാണ് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വകുപ്പുകൾ നിശ്ചയിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ 2.5 വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക, 2.5 വർഷം കഴിഞ്ഞാൽ മറ്റു 2 കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക. അതൊരു തീരുമാനമായിരുന്നു. ഡിസംബർ മാസം 29-ാം തീയതി വൈകുന്നേരം 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിലവിലുള്ള 2 മന്ത്രിമാർ അവരുടെ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 29-ാം തീയതി വൈകുന്നേരം, ഡിസംബർ 29-ന് വൈകുന്നേരം, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാകും. അതിനിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി കോടതിയിൽ കേസ് നടക്കുകയാണ്. CBI റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ. ഈ ഒരു പശ്ചാത്തലത്തിലും കേരളത്തിൽ 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ കിടക്കുകയും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, പ്രതിപക്ഷത്തിന്റെ കടുത്ത വിമർശനത്തിനിടെയാണ് ഗണേഷിന്റെ മന്ത്രിസഭാ പ്രവേശനം എന്നുള്ളത് ഒരു കാര്യം. വകുപ്പ് ഏതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉള്ള സൂചന അത് ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തിലുണ്ട്. ഗതാഗത വകുപ്പ് ആയിരിക്കുമെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അതിൽ തന്നെ വലിയ വെല്ലുവിളികൾ ഗണേഷിനെ കാത്തിരിക്കുന്നുണ്ട്. ഗണേഷിന്റെയും കടന്നപ്പള്ളിയുടെയും ഒക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു MG പ്രതീഷ്? റിജിത്ത്, മുന്നണിയിലെ കൂടുതൽ കക്ഷികൾക്ക് പരിഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിസഭാ പുനഃസംഘടന എന്നതാണ് LDF കൺവീനർ നൽകുന്ന വിശദീകരണം. ഇന്ന് രാവിലെ മുന്നണി യോഗത്തിന് തൊട്ടു മുമ്പാണ് ഇരു മന്ത്രിമാരും ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കാണുകയും രാജിക്കത്ത് കൈമാറുകയും ചെയ്തത്. പൂർണ്ണ സംതൃപ്തിയോടെയാണ് മന്ത്രിപദത്തിൽ നിന്ന് മടങ്ങുന്നത് എന്നതാണ് തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പ്രതികരിച്ചത്. മാത്രമല്ല, അതിന് പിന്നാലെ ഗതാഗത മന്ത്രി ആന്റണി രാജു ക്ലിഫ് ഹൗസിലെത്തി രാജിക്കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. വലിയ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളാണ് നൽകിയിരുന്നത്. ഈ ചുമതല പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസമുണ്ട് എന്നതാണ് ആന്റണി രാജു അടക്കം പറഞ്ഞത്. KSRTC ഉൾപ്പെടെ വലിയ വെല്ലുവിളി ഉയർത്തിയ വകുപ്പുകളായിരുന്നു കൈകാര്യം ചെയ്തത്. പറ്റുന്ന നിലയിലൊക്കെ തന്നെ KSRTCയെയും പ്രതിസന്ധികളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ആന്റണി രാജു അടക്കം നൽകുന്ന വിശദീകരണം. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ധാരണ പ്രകാരമുള്ള മാറ്റം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാറും ഒപ്പം തുറമുഖ മന്ത്രിയായി കടന്നപ്പള്ളി രാമചന്ദ്രനും അധികാരമേൽക്കും. ഈ വകുപ്പുകൾ സംബന്ധിച്ച് മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വെള്ളിയാഴ്ച വൈകിട്ടായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ രാജ്ഭവൻ അടക്കം കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു വകുപ്പാണ് തനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് KB ഗണേഷ് കുമാർ അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഔദ്യോഗികമായി വകുപ്പുകൾ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുകയുള്ളൂ എങ്കിൽ കൂടിയും KSRTC സ്വാഭാവികമായും വലിയ വെല്ലുവിളി ഉയർത്തും. KSRTCയെ
മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുവരുന്നതിനും ഒരു അഭിമാന വകുപ്പായും ഒപ്പം അഭിമാന സർവീസായും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ തന്നിൽ നിന്നുണ്ടാകുമെന്നതാണ് KB ഗണേഷ് കുമാർ അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല LDF-ൽ അടിയുറച്ചു നിന്നതിൻ്റെ കിട്ടിയ അംഗീകാരമാണ് ഈ മന്ത്രിസ്ഥാനം എന്നതാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചത്. വകുപ്പ് ഏതായാലും അത് അംഗീകരിക്കുമെന്നും മുന്നോട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നും കടന്നപ്പള്ളി രാമചന്ദ്രനും എന്തായാലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ഈ വകുപ്പുകൾ സംബന്ധിച്ച് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ചില അഭ്യൂഹങ്ങളൊക്കെ വന്നിരുന്നു. എന്നാൽ അത്തരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. നേരത്തെ LDF ധാരണ പ്രകാരമുള്ള മാറ്റങ്ങൾ മാത്രം, അത്തരത്തിലൊരു മുഖമിനുക്കൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല സ്വാഭാവികമായും കടന്നപ്പള്ളി രാമചന്ദ്രനും ഒപ്പം KB ഗണേഷ് കുമാറും നേരത്തെ തന്നെ കൈകാര്യം ചെയ്തിരുന്ന അതേ വകുപ്പുകൾ തന്നെയായിരിക്കും ലഭിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അതിൽ ഇടപെടാനും ഒപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഭരണനിർവഹണം അടക്കം കടന്നപ്പള്ളി രാമചന്ദ്രന് വഹിക്കാൻ കഴിയും. KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തുന്ന വകുപ്പ് തന്നെയാണ് ഈ യൂണിയനുകളുടെ ഭരണം അനുവദിക്കില്ലെന്നും ഒപ്പം ആവശ്യമെങ്കിൽ വടിയെടുത്ത് മുന്നോട്ട് പോകുമെന്നുമുള്ള പ്രതികരണവും KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നവകേരള സദസ്സിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഒരു മുഖമിനുക്കൽ. വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി മുഖ്യമന്ത്രി വകുപ്പുകൾ പ്രഖ്യാപിക്കുക. ശരി, MG പ്രദേശ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും വെള്ളിയാഴ്ച മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ KSRTC-യിൽ തൊഴിലാളി യൂണിയനുകളുടെ ഭരണമുണ്ടാകില്ലെന്ന് നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ 24-നോട്. ഏൽപ്പിക്കുന്ന വകുപ്പിൽ അച്ചടക്കം ഉറപ്പാക്കുമെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. അഭിപ്രായ പ്രകടനങ്ങളും തുറന്നുപറച്ചിലും കൊണ്ട് പല വിവാദങ്ങളിലും പെട്ട KB ഗണേഷ് കുമാർ 2001 മുതൽ പത്തനാപുരം MLA ആണ്. 2011-2013 കാലയളവിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം മന്ത്രിയായിരുന്നു. അതിനു മുൻപ് 2001-2003 കാലത്ത് ഗതാഗത വകുപ്പ് മന്ത്രി. ആ മുൻപരിചയത്താൽ ഇക്കുറിയും ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് തന്നെ ലഭിച്ചേക്കും. ആവശ്യമെങ്കിൽ വടിയെടുത്ത് സാമ്പത്തിക ചോർച്ച തടഞ്ഞ് KSRTC സർക്കാരിന്റെ അഭിമാനമാക്കുമെന്ന് ഗണേഷ് കുമാർ. സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കും. സാമ്പത്തിക അച്ചടക്കം ഉണ്ടായി കഴിയുമ്പോൾ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ 2001 കണ്ട KSRTC അല്ല 2023 ഇപ്പോഴത്തെ KSRTC നമുക്ക് എല്ലാവർക്കും അറിയാം. തൊഴിലാളി യൂണിയനുകൾ KSRTC-യെ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും ഗണേഷ് കുമാർ. തൊഴിലാളികൾ ജോലി ചെയ്യും, അവരുടെ വെൽഫെയർ ഞാൻ നോക്കും, ഭരണം MDയും മന്ത്രിയൊക്കെ നടത്തും. തൊഴിലാളികളുടെ നേതാക്കൾ തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കും, ആ വിഷയങ്ങളിൽ സ്നേഹത്തോടെയുള്ള സമീപനം ഉണ്ടാവും. പക്ഷേ ഭരിക്കുന്നത് തൊഴിലാളി യൂണിയൻ ആയിരിക്കില്ല. വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് ഉപദ്രവിക്കരുതെന്നും നിയുക്ത മന്ത്രി മുൻകൂർ അഭ്യർത്ഥിച്ചു. കോടതി നടപടികൾ ഉൾപ്പെടെ പല വിഷയങ്ങൾ വിവാദമാകുന്നതിനിടെയാണ് KB ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനം. 24 തിരുവനന്തപുരം. ഇടതുമുന്നണിയോട് ചേർന്ന് പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമാണ് മന്ത്രിസ്ഥാനമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. അഹമ്മദ് ദേവർകോവിൽ ഒഴിഞ്ഞ തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രന് കിട്ടിയേക്കുമെന്നാണ് സൂചന. മന്ത്രിപദത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രന് ഇത് 3-ാം ഊഴം. VS മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രി, 1-ാം പിണറായി സർക്കാരിൽ തുറമുഖ വകുപ്പ് മന്ത്രി, 2-ാം പിണറായി സർക്കാരിൽ 2-ാം ടേമിൽ മന്ത്രിപദത്തിലേക്ക്. മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന വകുപ്പുകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഏത് വകുപ്പായി കിട്ടിയാലും ആ വകുപ്പിനോട് പൂർണ്ണമായും നീതി പുലർത്തുക, അത് സത്യസന്ധമായും വിശ്വാസ്യതയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, കഴിവുകളനുസരിച്ച്. ഇതാണ് എൻ്റെ ഒരു പൊതുവായ നയം. 26-ാം വയസ്സിൽ KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കെ കാസർഗോഡ് മണ്ഡലത്തിൽ സാക്ഷാൽ EK നയനാരെ 28,000-ത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിലേക്ക് എത്തുന്നത്. 71-ലെ കാസർഗോട്ടെ വിജയം കടന്നപ്പള്ളി 77-ലും ആവർത്തിച്ചു. കോൺഗ്രസ് പിളർന്നപ്പോൾ 1980-ൽ LDF-ലെത്തി. 81-ൽ AK ആന്റണിയും കൂട്ടരും LDF വിട്ട് കരുണാകര പക്ഷത്തേക്ക് ചേക്കേറിയപ്പോൾ കടന്നപ്പള്ളി ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിന്നു. തുടർന്ന് ഇരിക്കൂർ, പേരാവൂർ, എടക്കാട്, കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ അംഗമായി. ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന കടന്നപ്പള്ളി കോൺഗ്രസ് എസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. തുറമുഖ വകുപ്പ് തന്നെ ലഭിച്ചാൽ മുൻപരിചയം ഗുണം ചെയ്യുമെന്ന് കടന്നപ്പള്ളി വിശ്വസിക്കുന്നു. ആദ്യ ചരക്കുകപ്പൽ അടുപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമയബന്ധിതമായി കമ്മീഷൻ ചെയ്യുകയായിരിക്കും മന്ത്രിപദത്തിൽ കാത്തിരിക്കുന്ന വെല്ലുവിളി. 79-കാരനായ കടന്നപ്പള്ളി മന്ത്രിയാകുന്നതോടെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായമുള്ള അംഗമെന്ന റെക്കോർഡും സ്വന്തമാകും. 24 തിരുവനന്തപുരം. മന്ത്രിപദം ഒഴിയുന്നത് പൂർണ്ണ തൃപ്തിയോടെയും ആത്മവിശ്വാസത്തോടെയുമാണെന്ന് ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും. ഇരുവരും രാവിലെ ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് രാജി സമർപ്പിച്ചത്. ഇടതുമുന്നണി യോഗത്തിന് തൊട്ടു മുമ്പ് ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടത് തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. രാജിക്കത്ത് കൈമാറി നേരെ AKG സെന്ററിലെത്തി. മടക്കം പൂർണ്ണ സംതൃപ്തിയോടെയെന്ന് പ്രതികരണം. സാധാരണഗതിയിൽ
ഒരു MLA ഉള്ള ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചതിനുള്ള ഒരു പ്രത്യേക സമ്മാനം എന്ന നിലക്ക് തന്നെയാണ് ഇടതു മുന്നണി ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. അത് ആത്മാർത്ഥതയോടുകൂടി തന്നെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഏതായാലും മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ വലിയ പിന്തുണ ലഭിച്ചതുകൊണ്ടാണ് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. മൻമോഹൻ ബംഗ്ലാവിൽ നിന്ന് കുടുംബസമേതമാണ് ആന്റണി രാജു മുഖ്യമന്ത്രിയെ കണ്ട് രാജി സമർപ്പിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ സജീവമായി തുടരുമെന്നും പ്രതികരണം. മുഖ്യമന്ത്രി രാവിലെ കണ്ടു, ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി തുടർന്ന് ഞാൻ MLA എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. KSRTCയിലെ പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിലാണ് ആന്റണി രാജു ഗതാഗത മന്ത്രിയായത്. ആനവണ്ടിയെ രക്ഷിക്കാൻ കൊണ്ടുവന്ന K-സ്വിഫ്റ്റ് അടക്കമുള്ള മാറ്റങ്ങൾ നേട്ടമായി. വിഴിഞ്ഞം തുറമുഖവും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കാനായത് ദേവർകോവിലിനും നേട്ടമാണ്. 24 തിരുവനന്തപുരം. DGP ഓഫീസിലേക്ക് നടത്തിയ KPCC മാർച്ചിനെതിരായ പോലീസ് നടപടി ഉയർത്തി സർക്കാരിനെതിരെ പോർമുഖം തുറക്കാൻ പ്രതിപക്ഷം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കുമെതിരെ അവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി AP അനിൽകുമാർ MLA നിയമസഭാ സ്പീക്കറെ സമീപിച്ചു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് K മുരളീധരനും വ്യക്തമാക്കി. നവകേരള സദസ്സ് കഴിഞ്ഞെങ്കിലും വിവാദങ്ങൾ ഉയർത്തി സർക്കാരിനെ വരിഞ്ഞുമുറുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് പ്രതിപക്ഷം. DGP ഓഫീസിലേക്ക് നടത്തിയ KPCC മാർച്ചിനെതിരായ പോലീസ് നടപടിയാണ് ഏറ്റവും ഒടുവിൽ ആയുധമാക്കുന്നത്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും MPമാരും MLAമാരും വേദിയിലിരിക്കെ മുന്നറിയിപ്പില്ലാതെ പോലീസ് ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിച്ചത് കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്ന് നേതൃത്വം ആരോപിക്കുന്നു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും നിരവധി MPമാരും എല്ലാം പങ്കെടുത്ത MLAമാരും പങ്കെടുത്ത സ്റ്റേജിലേക്ക് ജലപീരങ്കി പ്രയോഗം നടത്തുകയും ഗ്രാനേഡ് ഏറ്റവും ശക്തിയുള്ള ഗ്രാനേഡ് വലിച്ചെറിഞ്ഞ് അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സംയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടി AP അനിൽകുമാർ MLA നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകി. ചട്ടം 154 പ്രകാരം മുഖ്യമന്ത്രിക്കും DGPക്കുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. നേതാക്കൾക്കെതിരെ കേസെടുത്ത നടപടിയും പ്രതിപക്ഷം ആയുധമാക്കും. അപ്പോൾ മുഖ്യമന്ത്രി പോലീസെല്ലാം നോക്കിക്കോളും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലീസുകാർക്ക് നൽകിയതാണ് ഇന്നലത്തെ സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അത് കഴിഞ്ഞ് എല്ലാവരുടെയും പേരിൽ കേസെടുത്തിരിക്കുന്നു. വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. പോലീസ് അതിക്രമം നിയമസഭയ്ക്ക് പുറമെ പാർലമെന്റിലും ഉന്നയിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഞങ്ങളെ അകാരണമായിട്ട് പോലീസ് ആക്രമിച്ചു MPമാർ. അത് പറഞ്ഞ് ഇന്നലെ ശശി തരൂർ അതിൻ്റെ ഒരു സൂചന തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ 6 MPമാർ ആലോചിച്ച് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. നവകേരള സദസ്സിനെതിരെ പുതിയ രാഷ്ട്രീയ പ്രചരണവും പ്രതിപക്ഷം ആരംഭിക്കും. രാഷ്ട്രീയ വാക്പോരിനപ്പുറം നിയമ പോരാട്ടത്തിലേക്ക് കൂടി പ്രതിപക്ഷം കടക്കുന്നതോടെ നവകേരള സദസ്സ് വിവാദം പുതിയ തലത്തിലേക്ക് കടക്കുമെന്ന് വ്യക്തം. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്ന സൈക്കോപാത്താണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് കാലത്തെ ബോംബ് സ്ഫോടനം പിണറായി വിജയൻ ഓർക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതിന് രണ്ടുപേരും സാക്ഷികളാണ്. മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്നവനാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം വിമർശിക്കുന്നു. കൊല്ലുക മാത്രമല്ല, മൃതദേഹം മറവ് ചെയ്യാൻ പോലും അനുവദിക്കില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നറിഞ്ഞാണ് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ലക്ഷ്യം വെച്ചതെന്നും K സുധാകരൻ പറയുന്നു. എനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗ്രനേഡും ഹൈഡോസും പോലുള്ള മറ്റു വാതകങ്ങളും പ്രയോഗിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിവരങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഇന്നലത്തേതിന് സമാനമായി ഇന്നും മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുകൊണ്ടുള്ള രൂക്ഷമായ വിമർശനങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഈ വിഷയത്തെ നിയമപരമായി നേരിടുക, ഒപ്പം രാഷ്ട്രീയമായി നേരിടുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. ഈ വിഷയം ഇനി എങ്ങനെ ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്, ജയശങ്കർ? റിജിത്ത്, കഴിഞ്ഞ ദിവസം DGP ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടായ അതിക്രമത്തെ വലിയ രീതിയിൽ രാഷ്ട്രീയമായി ഉയർത്തിക്കാണിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് DGP ഓഫീസ് മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള യാത്ര സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ അതിക്രമങ്ങൾക്കെതിരെ ഈ മാസം 27-ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ഒപ്പം ഈ
അതിക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ കോടതി സമീപിക്കുമെന്നാണ് കെ സുധാകരൻ ഇന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നാണ് കെ സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഒപ്പം രക്തദാഹമുള്ള ഒരു സൈക്കോപാത്താണ്, രക്തം കണ്ട് ആനന്ദിക്കുന്ന ഒരു സൈക്കോപാത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം കൊലയാളി, അത്തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് കെ സുധാകരൻ ഉന്നയിക്കുന്നത്. ബ്രണ്ടൻ കോളേജിലെ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിക്കേണ്ടെന്നും പഴയ കഥകളിലും കെ സുധാകരൻ ഇതിനിടയിൽ പറഞ്ഞു. ഒപ്പം സംസ്ഥാനത്തെ പോലീസ് സംവിധാനം മൊത്തത്തിൽ താറുമാറാണ്, സംസ്ഥാനത്തെ പോലീസിനെ ഭരിക്കുന്നത് ശശിയാണെന്നും സുധാകരൻ വിമർശിക്കുന്നു. അപ്പോൾ ഇതിന്നെല്ലാം മനസ്സിലാക്കുന്നത് കൃത്യമായി പോലീസ് സംവിധാനം കുത്തഴിഞ്ഞു, അതിൻ്റെ ഭരണം പാർട്ടിയുടെ കയ്യിലാണ്. കൃത്യമായി പ്രവർത്തകരെ ആക്രമിക്കാനും മറ്റും CPMകാർ ഇറങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ഇതിൽ ഒത്താശയോട് കൂടിയാണ്. ഇത്തരം വിഷയങ്ങൾ രാഷ്ട്രീയമായി കൃത്യമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയും അതേസമയം പാർലമെൻറ്റിലും നിയമസഭയിലും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം MPമാരും MLAമാർക്കും എതിരെ ഉണ്ടായ അതിക്രമങ്ങൾ ഉയർത്തിക്കാട്ടി മുമ്പോട്ട് പോകാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം നിയമപരമായി കോടതിയെ സമീപിച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നുമുണ്ട്. ഒപ്പം പ്രവർത്തകർക്കെതിരെയുള്ള കേസുകൾ മറ്റും KPCC ഉടൻ കോടതിയിലേക്ക് നീങ്ങും. അത്തരത്തിൽ രാഷ്ട്രീയപരമായും നിയമപരമായും ഇതിനെ കൃത്യമായി പ്രതിരോധിച്ച് സർക്കാരിനെതിരെ കൂടുതൽ പ്രക്ഷോഭങ്ങൾ വ്യാപിപ്പിക്കാനാണ് KPCCയുടെ തീരുമാനം. ഇത് തന്നെയാണ് കെ സുധാകരൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത്. എന്തായാലും നവകേരള സദസ്സ് സമാപിച്ചെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ, കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ വരും ദിവസങ്ങളിലും തുടരുമെന്ന കൃത്യമായ സൂചനയാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ക്രിസ്മസ് ആഘോഷ രാവിലേക്ക് നാട്. ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശമേകി നാളെ ക്രിസ്മസ്. പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തെളിയിച്ചും തിരുപ്പിറവി ആഘോഷമാക്കാനൊരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്മസിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് കൊച്ചി. നഗരത്തിലെ പ്രധാന വിപണികളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൊച്ചി ബ്രോഡ്വേയിൽ നിന്ന് അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജീഷ്, എല്ലാ ആഘോഷങ്ങളെയും അതിഗംഭീരമാക്കി മാറ്റുന്ന സ്ഥലമാണ് കൊച്ചി. ബ്രോഡ്വേയിലെ സ്വാഭാവികമായും വലിയ തിരക്കുണ്ടാവും, വിപണികൾ സജീവമായിരിക്കും. എന്താണ് ബ്രോഡ്വേയിൽ നിന്നുള്ള കാഴ്ചകൾ അജീഷ്? റിജിത്ത്, അല്ലെങ്കിലും ബ്രോഡ്വേ വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ്. എന്നാലും നമ്മൾ ഈ ക്രിസ്മസിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് എത്രത്തോളം നമ്മളിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കടകളിലൊക്കെ തന്നെ ഈ തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, ലൈറ്റുകൾ, പലതരത്തിലുള്ള ഫാൻസി ഐറ്റംസുകൾ, ഇതെല്ലാം കാണുമ്പോൾ ക്രിസ്മസ് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ ഈ തിരക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഈ നടന്ന് വരാൻ പോലും അത്രയും പാടുപെട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. അത്രയധികം തിരക്കാണ്. ഈ ആളുകൾ, ഭൂരിഭാഗം ആളുകളും ഈ സാധാരണക്കാരായ ആളുകൾ, അവർ ചെറിയ വരുമാനം കൊണ്ട് അവർ ക്രിസ്മസ് ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് അവർ ഈ നാളത്തെ ഒരൊറ്റ ദിവസം ഏറ്റവും മനോഹരമായി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രോഡ്വേയിലേക്ക് ഇന്ന് കൂടുതലായിട്ടും ആളുകൾ എത്തി. നമുക്ക് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു, ചേച്ചി എന്തൊക്കെ സാധനമാണ് വീട്ടിലത്തേക്ക് മേടിച്ചത്? ഇഷ്ടംപോലെ സാധനമുണ്ട്. ക്രിസ്മസിൻ്റെ ഗാർലൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചിലവാകുന്നത്. പ്രീമിയർ ഫാൻസിയുടെ ഷോപ്പാണിത്. ഇവർക്ക് 3 ഷോപ്പുണ്ട്. ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ വളരെ അപൂർവമാണ്. ആളുകൾ കൂടുതലും ചോദിച്ചു വരുന്നത് എന്താണ്? ഈ ചെറിയ നക്ഷത്രങ്ങളൊക്കെയാണ് ഏറ്റവും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. ഈ ചെറിയ സ്റ്റാറുകൾ, അതായത് ഇങ്ങനത്തെ ഈ ലൈറ്റുകളൊക്കെ ആയിരിക്കുമല്ലോ. അതെ, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇവിടെ കൂടുതൽ പോണത്. അതിൽ ക്രിസ്മസ് ഗാർലൻസ്, അതിനോട് ഹാങ്ങിങ്സ് ആയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും, അതൊക്കെയാണ് കൂടുതൽ ഇവിടെ ചിലവാകുന്നത്. ഇവിടെ എല്ലാം വിലക്കുറച്ച് കിട്ടുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നൊരു സ്ഥാപനം കൂടിയാണത്. വളരെ സന്തോഷമാണ് എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ഈ വലിയ തിരക്കിൽ തന്നെയാണ് ഇവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ ചേച്ചിയാണ് ഈ പറഞ്ഞത്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് അടുക്കടുക്കെ വലിയ തിരക്കാണ്. സാധാരണക്കാർ ചെറിയ സാധനങ്ങൾ പോലും ഇപ്പം ഈ അടുത്തുള്ള ദിവസങ്ങൾ, ശനി ഞായർ, ഇനിയിപ്പോൾ നാളെ അവധിയാണ്. ഈ 3 ദിവസം അവധി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ ബ്രോഡ്വേ മാർക്കറ്റുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുണ്ട്. മോനെ, എന്താ സ്റ്റാർ വല്ലതും വാങ്ങിച്ചോ? ഒന്നും വാങ്ങിച്ചില്ലേ? അതെന്താ ഒന്നും വാങ്ങിച്ചു തരുന്നില്ലേ ഉമ്മച്ചി? ഉമ്മച്ചിയെ കൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാ കേട്ടോ. നിനക്കെന്താ വേണ്ടേ? നീ പാട്ട് പാടുവോ? പാട്ട് പാടി തരുമോ ചേട്ടന്? ഒരു പാട്ട് പാടി. ചേട്ടൻ പാടി തരുമോ? ശരി, എന്നാ നല്ലൊരു സ്റ്റാർ നോക്കി എടുത്തോ. അപ്പോൾ ഇതാണ് റീജിത്തെ ഈ ബ്രോഡ്വേയിലെ ഒരു
പൊതു അന്തരീക്ഷം. ക്രിസ്മസ് നമ്മുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു. ആൾക്കാർ വലിയ സന്തോഷത്തിൽ അവർ നാളെ ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള സാധനങ്ങൾ വാങ്ങുവാനായി ബ്രോഡ്വേയിലെത്തുന്നു. ചെറിയ നക്ഷത്രങ്ങൾ മുതൽ ചെറിയ ഫാൻസി ലൈറ്റുകൾ, അങ്ങനെ പലതരത്തിലുള്ള അങ്ങനെ തൊപ്പികൾ മുതൽ പല സാധനങ്ങൾ വാങ്ങുവാൻ, പാപ്പാഞ്ഞിയുടെ വേഷമടക്കം വാങ്ങുവാനായി ആളുകൾ ബ്രോഡ്വേ മാർക്കറ്റിൽ ഇങ്ങനെ വലിയ രീതിയിൽ തിക്കും തിരക്കിപ്പെട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബ്രോഡ്വേയിലെ കാഴ്ചകൾ ഇതാണ്. കൊച്ചിയിലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം കാഴ്ചകൾ ഇത് തന്നെയാണ്. കാരണം വലിയ തിരക്ക്. നമുക്ക് ചേട്ടാ വീട്ടിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ? ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും കാര്യം വലിയ തിരക്കാണ്. ഇപ്പോൾ വലിയ തിരക്കാണല്ലേ? ഞങ്ങൾ തിരക്ക് കുറഞ്ഞ സമയമായിരിക്കും എല്ലാവരും പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വീട്ടിൽ ഈ കുട്ടികളൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നലെയൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നല്ലോ, സ്റ്റാറിൻ്റെ അച്ചോട് വരുന്നല്ലോ. അത് കാരണം ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത പറഞ്ഞിട്ട് ഇപ്പോൾ വരാമെന്ന് വെച്ചിട്ട് വൈകിട്ട് ഇറങ്ങിയത് വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ ഉള്ള റീസണല്ല, അവർക്ക് ഇനി ബാക്കി വരുന്നതല്ല, അതെല്ലാം വിറ്റ് തീർക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ക്രിസ്മസ് ആഘോഷിക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം അല്ലേ? അപ്പം ഇങ്ങനെയാണ്. ഇപ്പം കച്ചവടക്കാർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ എങ്ങനെയുണ്ട് ബൈ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? പ്രാവശ്യം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിലും അപേക്ഷിച്ച് ഇപ്രാവശ്യം അതിൻ്റെ ഡബിൾ നടന്നിട്ടുള്ള ഇതാണ്. ഞങ്ങളുടെ ഷോപ്പാണ് കാണുന്നത്. ഇതെല്ലാം കലയിരിക്കുകയാണ്. സാധനം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റും ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഹോൾസെയിൽ പ്രൈസ് തന്നെ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ റീറ്റെയിൽ ഇത്ര തിരക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മെത്തർ സാധനം പറഞ്ഞാൽ ഭയങ്കര പോപ്പുലറാണ് കാര്യം. ഹോൾസെയിൽ റേറ്റ് തന്നെ റീറ്റെയിൽ കൊടുക്കും. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ കോവിഡും മറ്റേ പ്രളയവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 2-3 വർഷമായിട്ട് ആകെ ഡള്ളായിരുന്നില്ല മാർക്കറ്റ്. ഈ വർഷമാണ് ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഉണർന്നിരിക്കുന്നത് അല്ലേ? ബിസിനസ് നടന്നിട്ടുണ്ട് ഈ പ്രാവശ്യം എല്ലാവർക്കും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഈ ഡ്രസ് ഐറ്റംസാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ ഈ ബലൂൺസ് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഡെക്കറേഷൻ ചെയ്യുന്നവർക്കും ട്രീ ചെയ്യുന്നവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ബിസിനസ് നടന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഈ പ്രധാനമായിട്ട് പോകുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് ചോദിച്ചത്? അത് ഡെക്കറേഷൻ സാധനങ്ങളാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഡ്രസ്സുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ തന്നെ, താങ്ക് യു. ഇപ്പം ചില മോളെ എന്താ സാധനം മേടിച്ചേ? കുറച്ച് സംഭവങ്ങൾ മേടിച്ചായിരുന്നു. ആണോ? എന്താ ഇതാണോ മേടിച്ചത്? ഒപ്പം മേടിച്ചത്? വേറെ ഒന്നും മേടിച്ചെന്നില്ല? വേറെ എന്താ വാങ്ങാൻ പോകുന്നേ? എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ക്രിസ്മസ് പാട്ട് പാടിത്തരോ? സ്കൂളിൽ പഠിപ്പിച്ചേ? അറിയാം, പക്ഷെ ഓർമ്മയില്ല. ഏതെങ്കിലും ഒരു പാട്ട് ചിലപ്പോൾ ഓർമ്മ വരും. അടിപൊളി. എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികൾ, കൂടുതൽ ഈ കുട്ടികൾ ഈ മാർക്കറ്റിലേക്ക് എത്തുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇതേപോലത്തെ പാപ്പാഞ്ഞിയുടെ തൊപ്പിയും ഇങ്ങനെ തലയിൽ ധരിച്ചുകൊണ്ട് ഈ ബ്രോഡ്വേയുടെ ഈ വശങ്ങളിലൂടെയൊക്കെ നടക്കുന്ന കുട്ടികളെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം കാണാം. പ്രത്യേകിച്ച് ഈ ബലൂണൊക്കെ. ഈ ബലൂണ് തരുമോ ചേട്ടനെ? തരുമോ? അയ്യോ എന്ത് സ്നേഹമുള്ള വെച്ചോ കേട്ടോ. ചേട്ടാ എന്തൊക്കെ മേടിച്ചു? അപ്പം കുട്ടികൾക്ക് പല സാധനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളൂ. കാരണം ഒരുപാട് ഐറ്റംസ് വാങ്ങാനുണ്ട്. എന്തൊക്കെയാണ് കുട്ടികളുടെയൊക്കെ ഒരു ഇഷ്ടം? ബലൂൺ ഐറ്റംസ്, പിന്നെ ട്രീ, പിന്നെ പുൽക്കൂൾ സെറ്റ്. ഈ നേരെ ബ്രോഡ്വേയിൽ മാത്രമേ വന്നുള്ളൂ? വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ഇനി? ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഇപ്പം തന്നെ. ഇനി അടുത്ത നാളെ ഭക്ഷണം എന്തൊക്കെയാണ് നാളെ പ്ലാൻ ചെയ്യുന്നത് ക്രിസ്മസ് ആയിട്ട്? എല്ലാം ഉണ്ടാവും, മിക്ക ഐറ്റംസ് ഉണ്ടാവും. മീറ്റ് ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇനി അതും വാങ്ങിച്ചിട്ട് നേരെ പോവുക? അത് രാവിലെ തന്നെ സെറ്റ് ചെയ്ത്. രാവിലെ തന്നെ സെറ്റ് ചെയ്തതല്ല. അപ്പം ഇനി അവധി ആയതുകൊണ്ട് ഇനിയിപ്പം വേറെ രാത്രി പള്ളിയിൽ പോകണമല്ലോ. അപ്പം ഈ അവധി ആയതുകൊണ്ട് പോവേണ്ട ഒരിടത്തും പോയിട്ടില്ല. എല്ലാവരും ഉണ്ട്, ബന്ധുക്കളെല്ലാം വന്ന് ഇനി ആഘോഷിക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് ഈ ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ്. കാരണം പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് പരീക്ഷയൊക്കെ അതിൻ്റെ ഒരു ഭാരമൊക്കെ അഴിച്ചു വെച്ച് കുട്ടികൾ എന്തായാലും ആഘോഷിക്കാൻ പോകുന്നു. ക്രിസ്മസ് മാസം എന്ന് പറയുമ്പോൾ വലിയ തണുപ്പിൻ്റെ ഒരു മാസമാണ്, അവധിയുടെ മാസമാണ്. അങ്ങനെ ആളുകളൊക്കെ അവരുടെ അധ്വാനത്തിൻ്റെ ആ ഒരു ഭാണ്ഡമൊക്കെ ഇറക്കി വെച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസം. കഴിഞ്ഞ ഞായർ, ഇനി നാളെയും കൂടി അവധി ദിവസം. അതുകൊണ്ട് അവരുടെ എല്ലാ ഭാരവും ഇറക്കി വെച്ച് ആഘോഷിക്കുകയാണ്. അവരുടെ കുടുംബവുമൊത്ത് ഇതേപോലുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊക്കെ ഇറങ്ങി അവരുടെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നു. ഇനി നാളത്തെ ക്രിസ്മസിന് പാതിരാ കുർബാനയ്ക്ക് ശേഷം രാവിലെ ആദ്യ കുർബാനയും കഴിഞ്ഞ് പിന്നീട് ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ അത് തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ ഈ മാർക്കറ്റുകൾ എല്ലാ വിപണിയിലും വലിയ തിരക്കാണ്. എന്തായാലും സ്ത്രീകളോട് ചേച്ചി എന്തെങ്കിലും വാങ്ങിച്ചോ? പിന്നെ അതെ, സഞ്ചി ഇറച്ചി വാങ്ങിച്ചു. എന്താ ഉള്ളത് നോക്കട്ടെ, കാണിച്ചോ. പച്ചക്കറികളൊക്കെയാണോ? ബിരിയാണി അരി. അടിപൊളി. നാളെ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. ചിക്കനോ ബീഫോ? ചിക്കൻ. അടിപൊളി. ബീഫിന് വില കൂടുതലല്ലേ? എല്ലാം കഴിഞ്ഞോ? എന്ന് തിരിച്ചു പോവുകയാണ്? അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു? നോക്കണം എന്തെങ്കിലുമൊക്കെ. അപ്പൊ അതാണ് രജിത്ത്.
ഈ വീട്ടമ്മമാരടക്കം എല്ലാവരും ഇറങ്ങി നാളെ ബിരിയാണിയും ബീഫും മപ്പാസും എല്ലാം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നാളെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. ബ്രോഡ്വേയിൽ നിന്ന് വിവരങ്ങൾ കാഴ്ചകൾ പങ്കുവെക്കുകയായിരുന്നു അജീഷ് ജയകുമാർ. വലിയ തിരക്ക് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാന വിപണികളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കുമായി നരേന്ദ്രമോദി നാളെ ക്രിസ്മസ് വിരുന്നൊരുക്കും. ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടി. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത്, ഈ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള BJP നീക്കം നേരത്തെ തന്നെ തുടങ്ങിയതാണ്. മുൻപ് കേരളത്തിൽ വന്നപ്പോഴും മതമേല അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇവർക്ക് വേണ്ട ഒരു വിരുന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തന്നെ സംഘടിപ്പിക്കുകയാണ്. അത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നാളെ 12:30 അത് ആരംഭിക്കുക. മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ വിഭാഗത്തിലെ മറ്റ് പ്രമുഖരുമായിരിക്കും ഈ ഒരു വിരുന്നിൽ പങ്കെടുക്കുക. ഒപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുന്നതിനുള്ള സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നതിനിടെയാണ് ഈ ഒരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുവാനുള്ള ഒരു തുടക്കം കൂടി ദേശീയ തലത്തിൽ കൂടി അത് ഇപ്പോൾ ആ നീക്കങ്ങൾ നടക്കുകയാണ്. ശരി, ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കഴിഞ്ഞ തവണത്തേതിന് സമാനമായി മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കുമൊക്കെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്ന് നാളെ ഒരുക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആർ അച്യുതൻ. വാർത്തകളിലേക്ക് വീണ്ടും. വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ ഇന്നും പ്രതിഷേധം. നവകേരള യാത്രക്കിടയിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജിക്കെതിരായ കേസിൽ പ്രതിഷേധം ശക്തം. പോലീസ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്തെത്തി. മോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയനെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. മിക്കവാറും എല്ലാ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരെയും കേസെടുത്ത് എന്താണ് അവർ ചെയ്ത കുറ്റം? അവരാകെ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അവരാരെങ്കിലും തല്ലാൻ പോയിട്ടുണ്ടോ? അവരാരെങ്കിലും കൊല്ലാൻ പോയിട്ടുണ്ടോ? അവർ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്കെതിരായിട്ടും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം അവിടെ റിപ്പോർട്ട് ചെയ്താൽ മോഡി അപ്പോൾ കേസെടുക്കും, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും, ജയിലിലാക്കും. അതേ ശൈലിയാണ് ഇവിടെയും. പോലീസ് രാജ് സ്റ്റേറ്റാക്കി മാറ്റാൻ വേണ്ടി അതിലൂടെ എല്ലാവരുടെയും വായടപ്പിക്കാനുള്ള മോഡി നാഷണൽ തന്ത്രത്തിൻ്റെ കേരള പതിപ്പാണ് പിണറായി വിജയൻ്റെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിനെ ന്യായീകരിച്ച് LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. 101% തെളിവുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കൂ. ഫോൺ വിളിച്ചത് മാത്രമല്ല ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്നും EP ജയരാജൻ പറഞ്ഞു. ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അനാവശ്യമായി ഒരു കേസും രജിസ്റ്റർ ചെയ്യുകയില്ല. പക്ഷെ മാധ്യമപ്രവർത്തകരായിരിക്കണം. ഇവിടെ വ്യക്തമായ 100% അല്ല 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടിയെടുക്കൂ. നിങ്ങൾക്കത് വിശ്വസിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ഫോൺ ചെയ്തത് മാത്രമാണ് നിങ്ങൾ ധരിക്കേണ്ട. പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. അത്രേ എനിക്ക് പറയാൻ പറ്റും. വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ തെറ്റായ നിലയിൽ ആരെയെങ്കിലും പേരെ നടപടി സ്വീകരിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കും. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന്, മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ തരത്തിലുള്ള ചില ന്യായീകരണ പ്രതികരണങ്ങളും പോലീസിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് ഇന്നും നമ്മൾ കണ്ടു. ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് ശ്രീകാന്ത്? റീജിത്ത്, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം ഇന്ന് EP ജയരാജനും ഒക്കെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കും തോറും പക്ഷേ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം പൊതുസമൂഹത്തിനിടയിൽ നിന്നും മാധ്യമ മേഖലയിൽ നിന്നും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തു നിന്നും വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി അവരുടെ പണിയെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് KUWJ അടക്കമുള്ള ആളുകൾ പ്രതിഷേധക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. നിലവിൽ ഇന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ തനി പകർപ്പാണ് എന്നുള്ളതാണ്. മോദി അവിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ പിണറായിയും അതിവിടെ പിന്തുടരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമാനമായ പ്രതികരണം ഇന്ന് K മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. അതായത് മാധ്യമ വേട്ട നടക്കുന്നു എന്ന ധ്വനി ഉയർത്തുന്നതാണ് ഇവരുടെ എല്ലാം തന്നെ പ്രതികരണം. ഏറ്റവും ഒടുവിലായി വന്ന പ്രതികരണം KC വേണുഗോപാലിൻ്റേത് കൂടിയാണ്.
വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നിയമപരമായി നേരിടാൻ 24 തയ്യാറെടുക്കുന്നു. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ കൂടിയാണ് അവർ ജോലി ചെയ്തതിന്റെ പേരിൽ പോലീസ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. ശരിയാ, ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സി രഘുനാഥ് ബിജെപിയിൽ ചേരും. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് നേരത്തെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരുന്നു. ഡൽഹി ബിജെപി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കും. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ. റിജിത്ത്, 2 ആഴ്ച മുമ്പാണ് 5 പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് ബന്ധം സി രഘുനാഥ് ഉപേക്ഷിച്ചത്. ആ ഘട്ടത്തിൽ KPCC അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ തന്നെ നിരന്തരമായി അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് വിട്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ചായിരുന്നു. ആ ഘട്ടം മുതൽ തന്നെ, ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അവഗണന ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ KPCC നേതൃത്വം വേണ്ട സഹായങ്ങൾ ചെയ്തില്ല. പിന്നീട് തുടർച്ചയായി തന്നെ കോൺഗ്രസ് പരിപാടികളിൽ നിന്നുൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചിരുന്നത്. അന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, രാഷ്ട്രീയ പ്രവേശനം ഇത് ഏത് പാർട്ടിയിലേക്കായിരിക്കും ഇനി പ്രവേശനം ഉണ്ടാവുക എന്ന കാര്യം ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അത് വെളിപ്പെടുത്താൻ സി രഘുനാഥ് തയ്യാറായിരുന്നില്ല. അപ്പോഴും BJPയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. അതിപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. സി രഘുനാഥ് തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. BJPയിൽ ചേരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ സി രഘുനാഥ് ഡൽഹിയിലാണുള്ളത്. ഡൽഹിയിലെ BJP ആസ്ഥാനത്തെത്തി പ്രധാനപ്പെട്ട BJP നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ന് 7 മണിക്ക് തന്നെ BJP ആസ്ഥാനത്ത് വെച്ച് അംഗത്വം സ്വീകരിക്കുമെന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ രാഷ്ട്രീയമായി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് സി രഘുനാഥ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പാർട്ടി വിട്ടതിനപ്പുറത്തേക്ക് BJPയിൽ പ്രവേശനം നടത്തുമ്പോൾ രാഷ്ട്രീയമായി കൂടി കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയാവുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഫലം കണ്ടു. പ്രതിഷേധങ്ങൾക്കിടെ ഗുസ്തി ഫെഡറേഷനെ കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തു. ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രാലയത്തിന്റെ നടപടി. വൈകി വന്ന തീരുമാനമെന്ന് ഗുസ്തി താരം ഗീത ഫോഗട്ട് പ്രതികരിച്ചു. വ്യാഴാഴ്ച UP ഗോണ്ടയിൽ നടക്കാനിരിക്കുന്ന ദേശീയ ജൂനിയർ ഗുസ്തി മത്സരത്തിൽ ആശങ്ക അറിയിച്ച് സാക്ഷി മാലിക് രംഗത്തെത്തി. ഫെഡറേഷന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. വീണ്ടും വിവാദ ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ് ദേശീയ ഗുസ്തി ഫെഡറേഷൻ. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക ആരോപണമാണ് ഉയർന്നതെങ്കിൽ ഇപ്പോൾ ഇതേ ബ്രിജ്ഭൂഷന്റെ നിയന്ത്രണത്തിലാണ് പുതിയതായി തെരഞ്ഞെടുത്തവരും എന്നാണ് കായിക മന്ത്രാലയത്തിന്റെ ആരോപണം. ഭരണഘടനാ ലംഘനം നടത്തിയെന്നും കായിക മന്ത്രാലയം ആരോപിക്കുന്നു. സത്യസന്ധമായ ഫെഡറേഷൻ നടത്തിപ്പിന് ഇത് ഗുണകരമല്ലെന്നും മന്ത്രാലയം വിലയിരുത്തി. മന്ത്രാലയത്തിന്റെ നടപടിക്ക് പിന്നാലെ ഗുസ്തി താരം ഗീത ഫോഗട്ട് പ്രതികരിച്ചു. താരങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് എക്സിൽ കുറിച്ചത്. ഈ മാസം 28-ന് ബ്രിജ്ഭൂഷന്റെ മണ്ഡലമായ ഗോണ്ടയിൽ നടക്കാനിരിക്കുന്ന ദേശീയ ജൂനിയർ ഗുസ്തി മത്സരത്തിനെതിരെ സാക്ഷി മാലിക് ആശങ്ക അറിയിച്ചിരുന്നു. കായിക മന്ത്രാലയത്തിന്റെ നടപടിക്കെതിരെ നിയമപരമായി നീങ്ങാനാണ് സഞ്ജയ് സിംഗിന്റെ തീരുമാനമെന്നും സൂചനകളുണ്ട്. 24 ഡൽഹി. ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്ത കായിക മന്ത്രാലയത്തിന്റെ നടപടിക്കെതിരെ പുതിയ ഭരണസമിതി നിയമ നടപടിക്ക് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ബ്രിജ്ഭൂഷൺ സിംഗ് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം റെസ്ലിംഗ് ഫെഡറേഷന്റെ പുതിയ നേതൃത്വവുമായി ഒരു ബന്ധവുമില്ല എന്ന് അവകാശപ്പെട്ട് മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ തന്നെ രംഗത്തെത്തി. मैंने कुश्ती से संन्यास ले लिया है. मेरा लोकसभा का चुनाव आ रहा है और भी मेरे पास बहुत काम है. तो अब जो भी कहना होगा, सरकार से बात करनी होगी या कोर्ट में जाना होगा, इससे मेरा कोई लेना देना नहीं है. अब ये नई फेडरेशन करेगी. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമ പോരാട്ടം കൂടി നടക്കാൻ പോവുകയാണല്ലോ അച്യുതൻ.
തീർച്ചയായിട്ടും റീജിത്തെ, ഈ കായിക മന്ത്രാലയം ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതി ഈ നിയമപരമായി ഒരു പോരാട്ടത്തിലേക്ക് കൂടി ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നേരത്തെ ബ്രിജ്ഭൂഷൺ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയത് ഈ നിയമ നടപടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് പുതിയ ഭാരവാഹികൾ, അതായത് നിലവിലെ ഗുസ്തി ഫെഡറേഷനാണ് അത് വിശദീകരിക്കേണ്ടത്, അത് തനിക്കതിൽ മറുപടിയൊന്നും പറയാനാകില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, പുതിയ ഭരണസമിതിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ഈ സഞ്ജയ് സിംഗ് തന്റെ ബന്ധുവല്ല എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയത്ത് ഈ സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമിതി ഈ ഒരു ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സുതാര്യമായി ആണ് നടന്നത്, അതിൽ വേറെ ബാക്കി ഇടപെടലുകൾ ഇല്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ ഈ ലൈംഗിക ആരോപണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ തനിക്ക് ഇപ്പോൾ പ്രതികരിക്കാനാകില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം സാക്ഷി മാലിക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട്, കായിക മന്ത്രാലയത്തിന്റെ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അത് ലഭിച്ചതിന് ശേഷം കൂടുതൽ വിശദമായി തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ ഈ പുതിയ സമിതി അത് അധികാരത്തിൽ വന്നപ്പോൾ ഉയർന്ന ആരോപണം ബ്രിജ്ഭൂഷന്റെ അടുത്ത അനുയായിയാണ് സഞ്ജയ് കുമാർ സിംഗ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നീതി നിഷേധിക്കപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഗുസ്തി താരങ്ങൾ ഉയർത്തിക്കാട്ടിയത്. അതിൽ അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനം സാക്ഷി മാലിക് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. തൊട്ടുപുറകെ പത്മശ്രീകൾ തിരികെ നൽകുമെന്ന് ബജ്രംഗ് പുനിയയും അതുപോലെ തന്നെ വീരേന്ദർ സിംഗും അറിയിക്കുകയുണ്ടായി. അങ്ങനെ പ്രതിഷേധം കടുപ്പിച്ചു വന്ന സമയത്താണ് ഈ സമിതിക്കെതിരെ കായിക മന്ത്രാലയത്തിന്റെ നടപടി. ഭരണഘടനാ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ പുതിയ ഭാരവാഹികൾ ഉൾപ്പെട്ട ഈ സമിതിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. റീജിത്ത്, വാർത്തകളിലേക്ക് വീണ്ടും. പെർമിറ്റ് ലംഘിച്ച് സർവീസ് നടത്തിയതിന് 1 മാസമായി ഗതാഗത വകുപ്പിന്റെ കസ്റ്റഡിയിലായിരുന്ന റോബിൻ ബസ് വിട്ടുകൊടുത്തു. ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ മാസം 24-ന് പുലർച്ചെയാണ് ബസ് പിടിച്ചെടുത്തത്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഈ പിഴയടച്ചതോടുകൂടി ബസ് വിട്ടുകൊടുത്തിട്ടുണ്ട്, നിരത്തിലേക്ക് എന്ന നിലപാടാണ് ഉടമയ്ക്ക് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ വിഷയം വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്കും വരുന്നുണ്ടല്ലോ ഉടൻ തന്നെ. അഖിൽ ഷാ, തീർച്ചയായിട്ടും, അതായത് ഈ നിരന്തരമായ പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ള നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 24-നാണ് ഈ റോബിൻ ബസ് പിടിച്ചെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അത് ഈ മോട്ടോർ വാഹന വകുപ്പിനെതിരെയും അതുപോലെ പല ഘട്ടങ്ങളിൽ പല വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഇന്നലെയാണ് ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവുണ്ടാകുന്നത്. അതായത് ഈ ബസ് ഉടമ കൃത്യമായി പിഴകൾ മുഴുവൻ അടച്ച സ്ഥിതിക്ക് ഈ ബസ് വിട്ടുകൊടുക്കേണ്ട ഒരു ഉത്തരവ് ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്നലെ വൈകിട്ട് തന്നെ ബസ് ഉടമ പോലീസിനെ സമീപിച്ചെങ്കിലും ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി അവർക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ബസ് നൽകാൻ കഴിയില്ല എന്നായിരുന്നു ഇന്നലെ ബസ് ഉടമയെ പോലീസ് അറിയിച്ചത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ബസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായ ഒരു പരിശോധനയും ഇതിനകം നടത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ബസ് ഇപ്പോൾ ഈ ഉടമയ്ക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. നിലവിലെ നിയമപ്രകാരം മാത്രം സർവീസ് നടത്താനുള്ള ഒരു അനുമതി ആണ് നിലവിൽ ഈ റോബിൻ ബസ്സിനുമായി ബന്ധപ്പെട്ടുള്ള പെർമിറ്റിനുമുള്ളത്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമ ലംഘനം ഇനിയുണ്ടായാൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും ഒരു നിലപാടെന്ന് പറയുന്നത്. എന്തായാലും കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. റീജിത്ത്, അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗുജറാത്ത് തീരത്തിനടുത്ത് ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായ സംഭവത്തിൽ അമേരിക്കയുടെ ആരോപണം നിഷേധിച്ച് ഇറാൻ. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഗേരി വ്യക്തമാക്കി. ചെങ്കടലിൽ വീണ്ടും ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായി. സായിബാബ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം. വ്യാപാര കപ്പലായ ചെംപ്ലൂട്ടോയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിനു പിന്നിൽ ഇറാൻ എന്നായിരുന്നു പെന്റഗണിന്റെ ആരോപണം. ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് 217 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആക്രമണം. ഈ ആരോപണം നിഷേധിച്ച ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഖേരി ഹൂതികളുടെ പ്രവർത്തനത്തെ സർക്കാരുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നും നിലപാട് പ്രഖ്യാപിച്ചു. ഹൂതികൾ സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്, അവരുടെ ചെറുത്തുനിൽപ്പിനെ ചോദ്യം ചെയ്യരുത്. കപ്പൽ ജപ്പാനീസ് ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് പെന്റഗൺ സ്ഥിരീകരിച്ചു. ആക്രമണം നേരിട്ട കപ്പൽ വിക്രാന്ത് കപ്പലിനൊപ്പം സഞ്ചരിക്കുന്നതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. നാളെ മുംബൈയിലെത്തുന്ന കപ്പൽ അറ്റകുറ്റപ്പണിക്ക് ശേഷം മംഗലാപുരത്തേക്ക് തിരിക്കും. കപ്പലിലെ 20 ഇന്ത്യക്കാർ സുരക്ഷിതരാണ്. അതിനിടെ ഗാബേണിൽ രജിസ്റ്റർ ചെയ്ത സായിബാബ എന്ന എണ്ണ ടാങ്കർ കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. ഇന്ത്യൻ പതാകയുള്ള കപ്പലിന് നേരെയായിരുന്നു ആക്രമണം എന്നാണ് അമേരിക്ക ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യം നിരാകരിച്ച് ഇന്ത്യൻ നേവി രംഗത്തെത്തി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലുള്ള 25 പേർ ഇന്ത്യക്കാരാണ്. ചെങ്കടൽ വഴി കടന്നുപോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചെങ്കടലിലും ആക്രമണങ്ങൾ വർദ്ധിച്ചത്.
വിവിധ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള കപ്പൽ യാത്ര ഒഴിവാക്കി മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. ഗസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായാണ് ഹൂതികളുടെ കപ്പൽ ആക്രമണം. 24 ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, ഈ അമേരിക്കയുടെ ആരോപണം ഇറാൻ തള്ളുന്നുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ആര് എന്നത് സംബന്ധിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ നിതിൻ അംബുജൻ? റിജിത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം കപ്പലാക്രമണത്തിൽ ഇറാന്റെ ഇടപെടൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇറാനുള്ള ബന്ധം തന്നെയാണ് അമേരിക്ക സംശയിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം പെന്റഗന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയൊരു കാര്യം, 2021 ശേഷം ഇറാന്റെ ഭാഗത്തുനിന്നും ഏതാണ്ട് 7 തവണ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ്. നമുക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള സാഹചര്യം പരിശോധിച്ചാൽ ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു സംശയത്തെ തെറ്റുപറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഏതാണ്ട് ഒക്ടോബർ 7 മുതൽ ഈ ചെങ്കടൽ വഴിയുള്ള കപ്പൽ എല്ലാം തന്നെ നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇറാൻ അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. മാത്രമല്ല ഹൂതികളെല്ലാം തന്നെ ഇതുവഴിയുള്ള കപ്പൽ യാത്രികൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നൊരു പ്രഖ്യാപനവും നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വ്യാപകമായി കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത്. അത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ 2 അക്രമ സംഭവങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഹൂതികൾ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന ഒരു നിലപാട്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ISL-ൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി ഗ്ലാമർ പോരാട്ടം. ഇന്ന് വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തും. മത്സരം കൊച്ചി കലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നു. വലിയ ആവേശം സ്വാഭാവികമായും ഉണ്ടാകും. ജയത്തോടെ ഒന്നാമതെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ആവേശം എത്രത്തോളമുണ്ട്? കാണികളൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ടോ വിഷ്ണു? രഞ്ജിത്ത്, വലിയ ആവേശത്തിലാണ് കൊച്ചി. അക്ഷരാർത്ഥത്തിൽ മഞ്ഞക്കടലായിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി. കാരണം അത്രമേൽ ഒരു പ്രതീക്ഷ, അത്രമേൽ ശക്തമായ ഒരു പോരാട്ടം ഇന്നിവിടെ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ മത്സരത്തിൽ വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തും. അതിനുമെല്ലാം അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മത്സരം നടക്കുന്ന മുംബൈ സിറ്റിക്കെതിരെയാണ്. കഴിഞ്ഞ തവണ മുംബൈ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ മുംബൈ സിറ്റിയുമായി കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അന്ന് ആ മത്സരത്തിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രബിൽ ദാസ് പോലുള്ള താരങ്ങൾക്കെതിരെ വലിയ അധിക്ഷേപങ്ങളൊക്കെ നടത്തി. അതിന്റെ എല്ലാം വൈരാഗ്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. അത് ഇന്ന് ഇവിടെ തീർക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷ? ഇത്തവണ എന്താണ്, ഇന്ന് നമ്മൾ ജയിക്കും? ഇന്ന് 2-1 നമ്മൾ ജയിക്കും. കഴിഞ്ഞ മുംബൈയിൽ വെച്ച് നമ്മൾ പരാജയപ്പെട്ടിരുന്നു. എന്താണ് ആ സാഹചര്യം? അതിന്റെ പ്രതികാരം നമ്മൾ വീട്ടില്ല. ഉറപ്പായിട്ടും ജയിക്കും. ജയിക്കുന്ന പറഞ്ഞാൽ നല്ലൊരു ടൈറ്റ് ഗെയിമാണ്. പിന്നെ പോരാതിന് ലൂണയില്ല. പിന്നെ കഴിഞ്ഞ കളിയിൽ പറഞ്ഞാൽ അസർ, ഐമന്, വിപിൻ മോഹൻ നല്ലൊരു കോംബോ വന്നിട്ടുണ്ട്. അപ്പോൾ ജയിക്കുന്നതാണ് പ്രതീക്ഷ. ഊണയില്ലാത്തത് ഒരു പ്രതിസന്ധിയാണോ? തീർച്ചയായും. മത്സരം എന്തായാലും ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും, ടേബിൾ ടോപ്പേഴ്സ് ആകും. പക്ഷേ ലൂണ ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ കോച്ചിന്റെ കയ്യിൽ ഉണ്ടാകും. കോച്ചും തിരിച്ചെത്തുകയാണ്. ഇന്ന് കഴിഞ്ഞ മത്സരത്തെ വിലക്കിന് ശേഷം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത്തവണ ടിക്കറ്റ് പൂർണ്ണമായും വിറ്റ് കഴിഞ്ഞു. അതായത് സ്റ്റേഡിയം ഇന്ന് നിറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രമേൽ ആരാധകർ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ഇന്നത്തെ മത്സരം. അതിനായുള്ള ആളുകളെല്ലാം എത്തിത്തുടങ്ങി. പ്രത്യേക മെട്രോ സർവീസ് ഉൾപ്പെടെ ഈ ISL-ന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ മാർഗങ്ങളും കൃത്യമായി തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി, പെട്ടെന്നുള്ള തിരക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. റിജിത്ത്, ശരി, കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി ഗ്ലാമർ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. കലൂർ സ്റ്റേഡിയത്തിലേക്ക് ആരാധകരുടെ ഒഴുക്കാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.